പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിതയെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അപമാനിച്ച അഭിഭാഷകയ്ക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ഒരു വനിതയ്ക്ക് എങ്ങനെയാണ് മറ്റൊരു വനിതയ്ക്കെതിരെ ഇങ്ങനെ എഴുതാൻ കഴിയുകയെന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകയിൽ നിന്ന് ഇത്തരം വാക്കുകൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. എന്തിനാണ് അതിജീവിതയുടെ വിവരങ്ങൾ പൊതു ഇടങ്ങളിൽ വെളിപ്പെടുത്തിയതെന്നും സുപ്രീം കോടതി ദീപ ജോസഫിനോട് പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതായിരുന്നു വിമർശനം. ഒരു പുരുഷനായിരുന്നു ഇത് എഴുതിയതെങ്കിൽ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യിക്കുമായിരുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. അതിജീവിതയെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അപമാനിച്ചതിന് സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫിനെതിരെ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടാണ് ദീപ സുപ്രീം കോടതിയെ സമീപിച്ചത്. താൻ അതിജീവിതയെ അപമാനിച്ചിട്ടില്ലെന്ന് ദീപ ജോസഫ് കോടതിയെ അറിയിച്ചു. അതിജീവിതയുടെ ഭർത്താവ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറിപ്പെന്നും ദീപ ജോസഫ് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ അതിജീവിതയുടെ ഭർത്താവ് അഭിഭാഷകയോട് പറയുന്ന കാര്യങ്ങൾ പരസ്യപ്പെടുത്തുമോ എന്ന് ചീഫ് ജസ്റ്റിസ് ആരാഞ്ഞു. ഭർത്താവ് ആവശ്യപ്പെട്ടിട്ടാണോ ഇത്തരം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എന്നും കോടതി ആരാഞ്ഞു. അറസ്റ്റ് തടയാൻ വിസമ്മതിച്ച സുപ്രീം കോടതി ദീപ ജോസഫിന് ആവശ്യമെങ്കിൽ കേസിനെതിരെ കേരള ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. രാജ്യത്ത് ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കിയ ആധുനിക കോടതിയാണ് കേരള ഹൈക്കോടതിയെന്നും ദില്ലിയിലിരുന്ന് കേരള ഹൈക്കോടതിയെ സമീപിക്കാമെന്നും വിമർശിച്ചു. എന്നാൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന ഒന്നും പോസ്റ്റിലില്ലെന്നും കുറ്റം ചെയ്തുവെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി നേരിടാമെന്നായിരുന്നു അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ മറുപടി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജോയ് മാല ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ദീപ ജോസഫിന്റെ ഹർജി പരിഗണിച്ചത്. സംസ്ഥാന സർക്കാരിനു വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത, സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി എന്നിവർ ഹാജരായി. അതിജീവിതയ്ക്ക് വേണ്ടി അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ ഹാജരായി. അതേസമയം രാഹുൽ കേസിലെ ആദ്യ പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലെ പ്രതിയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്. അധിക്ഷേപത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ദീപ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പിന്നാലെ ദീപ ജോസഫിനെതിരെ അതിജീവിത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിരുന്നു. ദീപ ജോസഫിന്റെ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്റെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അതിജീവിത തടസ്സ ഹർജി നൽകിയത്. കോൺഗ്രസ് വനിതാ നേതാവ് MA ഷഹനാസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും ഇതിനിടെ രംഗത്ത് വന്നിരുന്നു. അടുത്തിടെ ഷഹനാസ് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ മോശക്കാരനാക്കി ചിത്രീകരിച്ചെന്നും 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. MA ഷഹനാസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. 100 പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെന്നും നഷ്ടപരിഹാര തുക ഇതിനായി ചെലവഴിക്കുമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു. ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നടത്തിയ പരാമർശങ്ങളിൽ രൂക്ഷ പ്രതികരണവുമായി MA ഷഹനാസ് രംഗത്തെത്തിയിരുന്നു. രാഹുലും താനുമായും ഒരു സൗഹൃദവും ഇല്ലെന്നും ഒരു സെൽഫി പോലും എടുത്തിട്ടില്ലെന്നും ഷഹനാസ് പറഞ്ഞിരുന്നു. തനിക്കെതിരെ ആരോപണമുന്നയിച്ച ഷഹനാസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനടക്കം തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന രാഹുലിന്റെ പരാമർശം കള്ളമാണെന്നും അവർ പറഞ്ഞിരുന്നു.